എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ പഞ്ചമോധ്യായ, അഞ്ചാം അധ്യായം. തത്വങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ബ്രഹ്മാണ്ഡ സൃഷ്ടിയെക്കുറിച്ചും നാരദൻ്റെ ചോദ്യങ്ങൾക്ക് ബ്രഹ്മാവ് നേരിട്ട് ഉത്തരം നൽകുന്നതാണ് ഈ അധ്യായത്തിൽ. ഇത് പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നാരദൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു: സർവ്വതിനും മുമ്പേ ഉണ്ടായവനും സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും ദേവദേവനുമായ അവിടുത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ. അവിടുന്ന് എനിക്ക് ആത്മതത്വത്തെ അറിയാനുതകുന്ന ജ്ഞാനം ഉപദേശിച്ചു തന്നാലും. ഇക്കാണുന്ന വിശ്വം മുഴുവൻ യാതൊന്നിൽ നിന്നാണോ സൃഷ്ടമായത്, യാതൊന്നിനെ ആശ്രയിച്ചാണോ സ്ഥിതി ചെയ്യുന്നത്, യാതൊന്നിൽ ലയിക്കുന്നുവോ, ഇതിനെല്ലാം ഉപരിയായി വർത്തിക്കുന്നത് യാതൊന്നാണോ അതിൻ്റെ എല്ലാം തത്വം അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ഉണ്ടാകാനിരിക്കുന്നതും അവിടുന്ന് ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ സർവ്വതിൻ്റെയും പ്രഭു ആകയാൽ അങ്ങ് സർവജ്ഞനാണല്ലോ. ഈ വിശ്വത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനം അവിടുത്തേക്ക് ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ സ്വന്തം ആണല്ലോ. അവിടുന്ന് എങ്ങനെയാണ് ഏകനായി ആത്മമായ കൊണ്ട് പഞ്ചഭൂതങ്ങളാൽ ഇക്കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത്? ഇതിനുള്ള ജ്ഞാനം അവിടുത്തേക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അവിടുത്തേക്ക് ആശ്രയമായും ഉപരിയായും വർത്തിക്കുന്നത് ആരാണ്? എട്ടുകാലി സ്വശരീരത്തിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളെ കൊണ്ട് വല നിർമ്മിച്ച് അതിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ അവിടുന്ന് ഇക്കാണുന്ന സകല ചരാചരങ്ങളെയും സ്വശക്തി കൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തുന്നുവല്ലോ. ഈ ലോകത്തുള്ള നാമരൂപഗുണങ്ങളോടുകൂടിയവയും ഉത്തമാധമ മധ്യമങ്ങളും സ്ഥൂല സൂക്ഷ്മമായവയും ആയ ഒന്നിനെയും അങ്ങയിൽ നിന്ന് അന്യമായി ഞാൻ അറിയുന്നില്ല. അവിടുന്ന് ഏകാഗ്രതയോടെ തപസ്സനുഷ്ഠിച്ചു എന്നുള്ളത് ഞങ്ങളെ ഖേദിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തേക്കും ഉപരിയായി ഒരു ഈശ്വരനുണ്ടോ എന്ന സംശയത്തെ ജനിപ്പിക്കുന്നു. സർവജ്ഞനും സർവേശ്വരനുമായ അവിടുന്ന് ഇതെല്ലാം എനിക്ക് വേണ്ടതുപോലെ ഉപദേശിച്ചു തന്നാലും. ബ്രഹ്മാവ് പറഞ്ഞു: മകനെ, നീ ഭഗവാന്റെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് എനിക്ക് അവസരം നൽകിയതുകൊണ്ട് ഞാൻ ധന്യനായിരിക്കുന്നു. നീ എന്നെ സർവേശ്വരൻ എന്ന് വാഴ്ത്തിയല്ലോ, അതിൽ തെറ്റില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കും ഉപരിയായുള്ളവനെ അറിയാത്തതുകൊണ്ടാണല്ലോ നീ അപ്രകാരം പറഞ്ഞത്. സ്വയം ജ്യോതിസ്വരൂപനായ ഭഗവാനെ കൊണ്ട് പ്രകാശിക്കുന്ന ഈ വിശ്വത്തെ ഞാനും സൂര്യചന്ദ്ര നക്ഷത്രാഗ്നികളെപ്പോലെ സൃഷ്ടി മുഖേന പ്രകാശിപ്പിക്കുന്നു. യാതൊരാളുടെ മായ നിമിത്തമാണോ എന്നെ ജഗദ്ഗുരുവായി പറഞ്ഞു വരുന്നത്, അപ്രകാരമുള്ള ഭഗവാൻ വാസുദേവനെ ഞാൻ ധ്യാനിക്കുകയും നമിക്കുകയും ചെയ്യുന്നു. യാതൊരാളുടെ ഈ ക്ഷണപഥത്തിൽ നിൽക്കുവാൻ പോലും ലജ്ജിക്കുന്ന ഈ മായ കൊണ്ട് മോഹിതരായി തീർന്ന അവിവേകികൾ എൻ്റേതെന്നും ഞാനെന്നും അഹങ്കരിക്കുന്നു. വാസുദേവനിൽ നിന്ന് അന്യമായ യാതൊന്നിനും അസ്തിത്വമില്ലെന്ന് നീ അറിഞ്ഞാലും ദ്രവ്യവും കാലകർമ്മങ്ങളും ഗുണങ്ങളും ജീവനും ഒന്നും തന്നെ വാസുദേവനിൽ നിന്ന് അന്യമായി വർത്തിക്കുന്നവയല്ല. വേദങ്ങൾ നാരായണപരങ്ങളാണ്. ദേവന്മാർ നാരായണാംശജാതരാണ്. ലോകങ്ങളും യജ്ഞങ്ങളും നാരായണനെ ആശ്രയിച്ച് നിലകൊള്ളുന്നവയാണ്. യോഗങ്ങളും തപസ്സും ജ്ഞാനവുമെല്ലാം നാരായണപരങ്ങളാണ്. സർവാശ്രയമായി വർത്തിക്കുന്നതും നാരായണനാണ്. സർവദൃഷ്ടാവും സർവാത്മാവും ഹൃദയഗുഹയിൽ വസിക്കുന്നവനുമായ സാക്ഷാൽ നാരായണന്റെ സൃഷ്ടിയായ ഞാൻ അദ്ദേഹത്തിൻ്റെ കരുണാകടാക്ഷത്താൽ പ്രേരിതനായി ഇക്കാണുന്ന സകലവും സൃഷ്ടിക്കുന്നു. ഭഗവാൻ നിർഗുണനാണെങ്കിലും ത്രിഗുണങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്കു വേണ്ടി സ്വാത്മമായയിലൂടെ സ്വീകരിക്കുന്നു. ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നിവയെ ആശ്രയിച്ച് നിൽക്കുന്ന ത്രിഗുണങ്ങൾ നിത്യമുക്തനായ ജീവനെ കാര്യകാരണ കർത്തൃത്വരൂപേണ മായയിൽ ബന്ധിക്കുന്നു. ഭഗവാൻ നാരായണൻ ത്രിഗുണങ്ങളായ ഉപാധിയോടും സ്വഗതിയോടും
ഞാൻ ഉൾപ്പെടെയുള്ള സർവരുടെയും ഈശ്വരനുമായി വർത്തിക്കുന്നു. മായേശനായ ഭഗവാൻ യാദൃച്ഛികമായി തന്നിൽ വന്നു ചേർന്ന തൻ്റേതു തന്നെയായ മായ കൊണ്ട് കാലം, കർമ്മം, സ്വഭാവം എന്നിങ്ങനെ 3 അവസ്ഥകളെ സ്വീകരിക്കുന്നു. ആ ജഗദീശ്വരനാൽ പ്രേരിക്കപ്പെട്ട് കാലത്തിൽ നിന്ന് ത്രിഗുണങ്ങൾക്ക് ക്ഷോഭവും, സ്വഭാവത്തിൽ നിന്ന് പരിണാമവും, കർമ്മത്തിൽ നിന്ന് മഹത്തത്വവും ഉണ്ടാകുന്നു. രാജസം, സത്വം എന്നിവയുടെ സ്വാധീനം കൊണ്ട് വികാരം സംഭവിച്ച മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യജ്ഞാന ക്രിയാത്മകവും തമോ ഗുണപ്രധാനവുമായ അഹങ്കാരം ഉണ്ടാകുന്നു. അഹങ്കാരത്തിന് വികാരമുണ്ടായപ്പോൾ അത് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 വിധത്തിലായി. സാത്വികാഹങ്കാരത്തെ ജ്ഞാനശക്തിയെന്നും, താമസാഹങ്കാരത്തെ ദ്രവ്യശക്തിയെന്നും, രാജസാഹങ്കാരത്തെ ക്രിയാശക്തിയെന്നും പറയുന്നു. താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യത്തെ ഭൂതവും ശബ്ദഗുണത്തോടു കൂടിയതുമായ ആകാശം ഉണ്ടായി. ശബ്ദത്തിൻ്റെ ലക്ഷണം ദൃഷ്ടാവ്, ദൃശ്യം എന്നിവയെ സംബന്ധിച്ചുള്ള ജ്ഞാനമുണ്ടാക്കുക എന്നതാകുന്നു. ആകാശഭൂതത്തിന് വികാരം സംഭവിച്ച് സ്പർശഗുണത്തോടു കൂടിയ വായു ഉണ്ടായി. ആകാശഗുണമായ ശബ്ദം കൂടിയുള്ള വായു പ്രാണബലം, ഓജസ്, മനോബലം, ദേഹശക്തി എന്നീ ലക്ഷണങ്ങളോട് കൂടിയതാണ്. കാലം, കർമ്മം, സ്വഭാവം എന്നിവയാൽ വികാരം പ്രാപിച്ച വായുവിൽ നിന്ന് രൂപമെന്ന സുഗുണത്തോടും ശബ്ദം, സ്പർശം എന്നീ അപരഗുണങ്ങളോടും കൂടിയ തേജസ് ഉണ്ടായി. അഗ്നി വികാരം പ്രാപിച്ച് രസമെന്ന സുഗുണത്തോടും ശബ്ദസ്പർശ രൂപങ്ങൾ അപരഗുണങ്ങളുമായിരിക്കുന്നതുമായ ജലം ഉണ്ടായി. ഇനി ജലത്തിന് വികാരം സംഭവിച്ച് ഗന്ധമെന്ന സുഗുണത്തോടും രൂപരസ ശബ്ദസ്പർശങ്ങൾ അപരഗുണങ്ങളായിരിക്കുന്നതുമായ പൃഥ്വി അഥവാ ഭൂമി ഉണ്ടായി. സാത്വികാഹങ്കാരത്തിൽ മനസ്സും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ചന്ദ്രനും ഉണ്ടായി. കൂടാതെ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നീ 5 ജ്ഞാനേന്ദ്രിയ ദേവതകളും അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നീ കർമ്മേന്ദ്രിയ ദേവതകളും സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായി. ഇനി രാജസാഹങ്കാരത്തിൽ നിന്ന് ശ്രോത്രം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്, കൈകൾ, ജനനേന്ദ്രിയം, ഗുദം, പാദങ്ങൾ എന്നീ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനശക്തിയുടെ ഉറവിടമായ ബുദ്ധിയും ക്രിയാശക്തിയുടെ ഉറവിടമായ പ്രാണനും ഉണ്ടായി. ഇവയെല്ലാം പരസ്പരം യോജിക്കാതിരുന്നാൽ സൃഷ്ടി സാംഭവ്യമായിരുന്നില്ല. ഭഗവാനാൽ പ്രേരിതനായ ഞാൻ ഇവയെല്ലാം വേണ്ട വിധത്തിൽ യോജിപ്പിച്ച് സമഷ്ടി എന്നും വൃഷ്ടി എന്നും 2 തരത്തിലുള്ള ശരീരങ്ങൾ സൃഷ്ടിച്ചു. ആദ്യമായി സൃഷ്ടിക്കുള്ള ഉപകരണങ്ങളെല്ലാം ഒരു അണ്ഡത്തിനുള്ളിൽ ഒതുക്കി. കാരണജലത്തിൽ കിടക്കുന്ന ഈ അണ്ഡത്തിൽ ഈശ്വരൻ ജീവരൂപേണ പ്രവേശിച്ചപ്പോൾ അത് ചൈതന്യവത്തായി തീർന്നു. അണ്ഡത്തിനകത്ത് പ്രവേശിച്ച പുരുഷൻ അണ്ഡത്തെ പിളർന്ന് അനേകായിരം ശിരസ്സുകളോടും പാദങ്ങളോടും കൈകളോടും നേത്രങ്ങളോടും കൂടിയവനായി പുറത്തു വന്നു. ആ വിരാട് പുരുഷന്റെ അരക്കെട്ട് മുതൽക്കുള്ള അവയവങ്ങളെ 7 അധോലോകങ്ങളായും മുകളിലേക്കുള്ള അവയവങ്ങളെ 7 ഊർധ്വലോകങ്ങളായും മനീഷികൾ വർണ്ണിക്കുന്നു. ഈ വിരാട് പുരുഷന്റെ മുഖത്തുനിന്ന് ബ്രാഹ്മണനും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഊരുക്കളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി. ഈ മഹാപുരുഷന്റെ അരക്കെട്ടിൻ്റെ മുകളിൽ ഭൂലോകവും, നാഭീദേശത്തിൽ ഭുവർലോകവും, ഹൃദയത്തിൽ സ്വർലോകവും, മാറിടത്തിൽ മഹർലോകവും, കഴുത്തിൽ ജനോലോകവും, സ്തനദ്വയങ്ങളിൽ തപോലോകവും, മൂർധാവിൽ സനാതനവും ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനവുമായ സത്യലോകവും കൽപ്പിച്ചിരിക്കുന്നു. ലോകമയനായ ഈ പുരുഷന്റെ അരക്കെട്ടിൽ അതലവും, ഊരുക്കളിൽ വിതലവും, ജാനുക്കളിൽ സുതലവും, കണങ്കാലുകളിൽ തലാതലവും, നെരിയാണികളിൽ മഹാതലവും, പുറവടിയിൽ രസാതലവും, കാലടിയിൽ പാതാളവും കൽപ്പിച്ചിരിക്കുന്നു. ചിലർ മറ്റൊരു വിധത്തിലാണ് കൽപ്പിച്ചിരിക്കുന്നത്.
വിരാട് പുരുഷന്റെ പാദങ്ങൾ ഭൂലോകവും നാഭീദേശം ഭുവർലോകവും മൂർധാവ് സ്വർലോകവും ആണെന്നാണ് അവരുടെ അഭിപ്രായം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പഞ്ചമോധ്യായ. അങ്ങനെ രണ്ടാമത്തെ സ്കന്ധത്തിലെ 5-ാം അധ്യായം സമാപിച്ചു. ഇനി 6-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.